നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണെനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. റബ്ബേ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണെനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ഹേയ്, ഇവിടെ വരൂ, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിനക്ക് കുടിക്കാൻ തരാം. എനിക്ക് കുടിക്കാൻ തരിക. കുടിക്കാൻ തരിക. നീ ഒരു യഹൂദനായിരിക്കെ സമറിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്കെവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ആ ജലം എനിക്ക് തരിക. മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ
ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. സ്ത്രീ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. മിശിഹ, ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഞാനിപ്പോ എന്റെ ദൈവത്തിന്റെ മുഖം കാണുന്നു. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഞാൻ മിശിഹായെ കണ്ടു. ഞാൻ മിശിഹായെ കണ്ടു. ഞാൻ മിശിഹായെ കണ്ടു. ഞാൻ മിശിഹായെ കണ്ടു. ഞാനിപ്പോൾ ഒരു പുതിയ വ്യക്തിയായി. ഞാൻ പോയി എല്ലാവരോടും ഇത് പ്രഘോഷിക്കും. ഹേയ്, നിങ്ങൾക്ക് എന്നെ അറിയാമോ? എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവല്ലാത്ത ഒരുവനോട് കൂടെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു പുതിയ വ്യക്തിയാണ്. ഞാനിപ്പോൾ ഒരു പുതിയ വ്യക്തിയായി. യേശു പറഞ്ഞത് എന്തെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. യേശു പറഞ്ഞത് എന്തെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. നീ സത്യമാണോ പറയുന്നത്? നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഗുരു, ഭക്ഷണം കഴിച്ചാലും? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. നീയാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളോടൊത്ത് താമസിക്കുന്നതിന് നിന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നു.
ദയവായി ഞങ്ങളോടൊത്ത് താമസിക്കൂ. നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, യഹൂദരുമായി സൗഹൃദമില്ലാത്ത സമരിയാക്കാർ പോലും യേശുവിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. വലിയ കൊയ്ത്ത്, വലിയ വിളവ്. ഇതാ ഒരു ദേശം മുഴുവൻ ഉണർന്നിരിക്കുന്നു. ഒരാളുടെ മാനസാന്തരം അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. എന്നാൽ നീ അത് ചെയ്തിരിക്കുന്നു. വെള്ളമിളകുന്നു, വെള്ളമിളകുന്നു. ഹേയ്, അങ്ങോട്ട് മാറ്. ഹേയ്, വെള്ളമിളകുന്നു. മാറ്. ഹേയ്, അങ്ങോട്ട് മാറ്. വെള്ളമിളകുന്നു, വെള്ളമിളകുന്നു. അങ്ങോട്ട് മാറാൻ. ഹേയ്, വെള്ളമിളകുന്നു, വെള്ളമിളകുന്നു. എന്ന് ഹേയ്, വേഗം മാറ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ ദയവായി എന്നെ സഹായിക്കൂ. എനിക്ക് പറ്റുന്നില്ല. ദയവായി സഹായിക്കൂ. എന്തുകൊണ്ട് വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരും സഹായിക്കാത്തത്? ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് 38 വർഷമായി ഞാൻ രോഗിയായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 38 വർഷമായി. ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ. ദയവായി എന്നെ സഹായിക്കൂ. ദയവായി സഹായിക്കൂ. എന്റെ ഹൃദയം ദൈവത്തിനായി
ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. കഴിയുക എങ്ങനെയാണ് വെള്ളമിളകുന്നത്? ആരാണ് വെള്ളമിളക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൂതനാണ് വെള്ളമിളക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ ചലിച്ചു. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഓ ദൈവമേ, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സ്വദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, വെള്ളമിളകുന്നു. അതേ ആത്മാവിനെ കൊണ്ട് തന്നെയായിരിക്കാം യേശു രോഗികളെ സുഖപ്പെടുത്തുന്നത്. രോഗി വെള്ളത്തിലിറങ്ങുന്നതിനു പകരം രോഗിയുടെ അടുത്തേക്ക് വെള്ളം വന്നു. ജീവജലം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെ പ്രായമായവൻ വീണ്ടും ജനിക്കുമെന്ന്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇത് ശാപത്തായതുകൊണ്ട് കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്നെന്നോട് പറഞ്ഞു. കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? എനിക്കറിയില്ല. എന്താണ് കാര്യം? ഇത് നോക്ക്, സാബത്ത് ദിവസം അവനത് ചുമക്കുന്നു. ഇത് വലിയ പാവമാണ്. അവൻ നിഷിദ്ധമായത് ചെയ്യുന്നു. ഇത് തെറ്റാണ്. സാബത്തിൽ രോഗസൗഖ്യം കൊടുത്തത് തെറ്റാണ്. 38 വർഷം രോഗിയായിരുന്നു. ഇവൻ ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നു. ഇത് കരുണ നിറഞ്ഞ പ്രവൃത്തിയായി തോന്നുന്നില്ലേ? കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ യേശു പറഞ്ഞത് ഇതായിരിക്കും: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ സുഖപ്പെട്ടു, ഞാൻ സുഖപ്പെട്ടു, ഞാൻ സുഖം പ്രാപിച്ചു, ഞാൻ സുഖം പ്രാപിച്ചു, ഞാൻ സുഖപ്പെട്ടു, ഞാൻ സുഖപ്പെട്ടു, ഞാൻ സുഖപ്പെട്ടു. ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു.
കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്.